ഇതിപ്പോൾ നേരത്തെ നടന്നിരുന്ന സംഘർഷങ്ങളുണ്ടല്ലോ, പാർട്ടിക്കകത്ത് നടന്ന VS-ഉം പിണറായി വിജയനും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ. അതുകൂടാതെ ഇപ്പോൾ ഒഞ്ചിയത്ത് നടന്ന കാര്യങ്ങൾ, TP ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് KK രമ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, മാഷാ അള്ളാ സ്റ്റിക്കർ എന്ന്. അതായത് TP-യുമായി താരതമ്യമില്ല എങ്കിൽ കൂടി അൻവറിൻ്റെ ഭാവിയും അതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് രമ ഇടുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഞാൻ അൻവറിന്റെ പത്രസമ്മേളനം കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അതൊരു എപൊളിറ്റിക്കൽ ആയ ഒരു പ്രഭാഷണമായിട്ടാണ്, ഒരു ആരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപൊളിറ്റിക്കൽ എന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, BJP-യെ കുറ്റപ്പെടുത്തിയിട്ടില്ല, CPM-നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ചില വ്യക്തികളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആ വ്യക്തികളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു പ്രയോഗമുണ്ട്. വികാരിയസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് അത്. അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ ഈ സമ്മേളനത്തിന്, ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് എന്നെ തൃപ്പൂണിത്തുറ നിന്ന് ഒരു സഖാവ് വിളിച്ചിരുന്നു. ആ സഖാവ് ഈ അൻവറിന്റെ പത്രസമ്മേളനം കാണുമ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് അയാളും ഭാര്യയും കൂടി കൈയടിച്ചെന്നാണ്. എന്താണ് അതിന് കാരണം? തനിക്ക് തന്റെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് ഉന്നയിക്കാൻ കഴിയാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റു ചില ആളുകൾ ഉപയോഗിക്കുമ്പോൾ, മറ്റു ചില ആളുകൾ ഉന്നയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സംതൃപ്തിയാണ്. ഇത് തന്നെയാണ് അൻവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ സഹാക്കൾക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു സബ്സ്റ്റിറ്റ്യൂഷണൽ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അരാഷ്ട്രീയമാണ് എന്ന് മാത്രമല്ല, അത് സാധാരണക്കാരന്റെ കോമൺ സെൻസിനെ അനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ അനിൽകുമാർ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള എത്രമാത്രം വെല്ലുവിളികൾക്കും ആരോപണങ്ങൾക്കും വിധേയനായ ഒരാളാണ് പിണറായി വിജയൻ, അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് എന്ന് അനിൽകുമാർ പറയുകയുണ്ടായി. എന്താണ് പിണറായിയിൽ ഇപ്പൊ അവശേഷിക്കുന്നത്? പിണറായിയുടെ ക്രെഡിബിലിറ്റിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചിലപ്പോൾ ശരിയായിരിക്കാം, ഇനിയും ജയിച്ചേക്കാം CPM. പക്ഷെ എന്ത് പറ്റി? പിണറായി എന്ന് പറയുന്നതായിട്ടുള്ള ബിംബം അത് തകർന്നൊടിഞ്ഞ് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ പോലും പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള ബിംബത്തെ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാനായിട്ട് കഴിയാതിരുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് CPM-ന്റെ ഒരു പാർട്ടി പ്രവർത്തകരും ഒരു വക്താവും ചർച്ചയിലൊന്നും അതിനെ ന്യായീകരിക്കാനായിട്ട് വരായിരുന്നു. ഇന്ന് ഈ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം വിജയരാഘവനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? എന്ത് മാർക്സിസ്റ്റ് ഇച്ഛാശക്തിയാണ് അതിൻ്റെ അകത്തുള്ളത്? ഒരു ഇച്ഛാശക്തിയും അതിനകത്തില്ല. കാരണം എന്താണ്? പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അഴിമതിക്കാരനാണ്. അദ്ദേഹത്തിന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്ന ഒരാളാണ്. P. ശശിയും മരുമകൻ റിയാസും പിണറായി വിജയനും ഒരുമിച്ച് നടത്തുന്ന ഭരണമാണ് കേരളത്തിന്റെ ഭരണം. ആ ഭരണത്തിനെ പിണറായി വിജയന്റെ കിച്ചൺ ക്യാബിനറ്റിന് മുമ്പിൽ തൊപ്പി വെച്ച് നിൽക്കുന്നതായിട്ടുള്ള ADGP. ഇതിൽ കൂടുതൽ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കളിയാക്കാനായിട്ടുള്ളത്, പരിഹസിക്കാനായിട്ടുള്ളത്? ഇയാൾ പരിഹസിക്കുന്ന സമയത്ത് നിങ്ങളുടെ MLA ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇയാളെ ചുവന്നുകൊണ്ട് നടക്കുന്നത്? ആ തരത്തിലുള്ള പരിഹാസം അയാൾ നടത്തുകയും ഇപ്പോഴും നിങ്ങളുടെ MLA ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? എന്ത് വിശ്വസിക്കണം? ഇയാൾ ദിവസവും പത്രസമ്മേളനം നടത്തി, എത്ര ദിവസവും നടത്തിയിട്ട് നിങ്ങൾ എന്താണ് ഇയാൾക്കെതിരെ ചെയ്തത്? നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടുള്ള ശേഷിയില്ല. ഇയാൾ മുഴുവൻ പറയുന്ന നുണയാണ്, ഇയാൾ മുഴുവൻ പറയുന്ന തെറ്റാണ്, ഇയാളുടെ ആരോപണങ്ങൾ മുഴുവനും കുഴിച്ചുമൂടേണ്ടതാണെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സഹാക്കളൊക്കെ നിങ്ങൾ എന്താ ചെയ്തത്? അരിഞ്ഞ് പുറത്തു കളഞ്ഞിരുന്നില്ലേ? എത്ര ആളുകൾ, എത്ര സഹാക്കൾ അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സമയവും അവന്റെ രക്തവും ചോരയും അതേപോലെ തന്നെ വിയർപ്പും ഒക്കെ ഈ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അവർ എതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ ആ നിമിഷത്തിൽ അവരുടെ കയ്യും കാലും വെട്ടിക്കളഞ്ഞില്ലേ? നേരത്തെ ചോദിച്ച TP ചന്ദ്രശേഖരനെ എന്തിനു വെട്ടിക്കുന്നു?
എത്രയോ സഹാക്കൾ വെട്ടുകൊള്ളാതെ ചത്തു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആളുകളെ നശിപ്പിച്ച, ഇല്ലാതാക്കിയ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് വന്നിരുന്ന ഒരുത്തൻ നിരങ്ങുമ്പോൾ ഈ വർത്തമാനം പറയാനാണ് നിങ്ങൾ നടക്കുന്നത്? അതാണ് കേരളം ചോദിക്കുന്നത്, അതാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ഇയാൾ പറയുന്നത് മുഴുവനും തോന്നിവാസമാണ് എങ്കിൽ, അസംബന്ധമാണ് എങ്കിൽ അയാൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കണം. നിങ്ങൾ എന്തിനാ ഇയാളെയും ചോദിച്ചു നടക്കണം? അയാൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഭരണം പോകില്ലോ. പിന്നെ എന്തിനാ എല്ലാ ദിവസവും അയാളെ ഈ ടെലിവിഷനിൽ കയറ്റിയെടുത്ത് നിങ്ങൾ വർത്തമാനം പറയിപ്പിക്കുന്നത്? ശ്രീ NMPS നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ നിലവിൽ തന്നെ അൻവറിനെതിരെ നിരവധി കേസുകളുണ്ട്. അതിനൊക്കെ ഒരു വേഗം വെക്കാൻ സാധ്യതയുണ്ട്. അത് അൻവർ ഭയക്കുന്നുണ്ട്. എന്നെ പ്രതിയാക്കുന്നു, എന്നെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നാണല്ലോ അൻവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്തുകാരുടെ സംഘാംഗമായി എന്നെയും കൂടി ചേർത്ത് വെക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്റെ സ്മൃതി, ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഈ പാർട്ടി എന്താണ് കേരളത്തിലുള്ള ത്യാഗസമ്പന്നരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളോട് കാണിച്ചിട്ടുള്ളത്? അവർക്ക് ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും വർത്തമാനം പറയാനായിട്ട്, വിമർശിക്കാനായിട്ട് അവസരം കൊടുക്കാത്തായിട്ടുള്ള പാർട്ടിയാണ്. ഒരു മാസക്കാലമായിട്ട് എല്ലാ ദിവസവും ടെലിവിഷനിലേക്ക് കൊണ്ടുവന്ന് PV അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യരെ എത്തി വർത്തമാനം പറയിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്? അയാൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും തെറ്റാണ്, അയാൾ നുണയനാണ്, അസംബന്ധം നടത്തുന്നതാണ്, കള്ളക്കടത്തുകാരനാണ്. നിങ്ങൾ എന്തിനാ നടക്കുന്നതെന്ന് ചോദിക്കുന്നത്? ജനങ്ങൾ മുഴുവനും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ള ഈ ADGP എന്ന് പറയുന്നവന് എന്തിനാണ്, ഈ ഭാണ്ഡത്തിന് എന്തിനാണ് നിങ്ങൾ ചോദിച്ചിട്ട് നടക്കുക? ഇവനെതിരെ നടപടി എടുത്തതിന്റെ CPM ഇടതുപക്ഷ രാഷ്ട്രീയം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പൊ നിങ്ങളിതെല്ലാം ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങൾ കരുതുന്നത് എന്താണ്? ADGP എന്ന് പറയുന്നവൻ പിണറായി വിജയന് വേണ്ടിയിട്ട് ദൂത് പോവുകയും അവൻ CPM-നകത്തെ കുഴിബോംബായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് സഹാക്കൾ വിചാരിക്കുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് തിരുത്ത്. അതാണ് പ്രശ്നം. നിങ്ങൾ നടപടി എടുക്കേണ്ടത് എന്തിലും. ഒരു കാര്യവും ചെയ്യാണ്ട് ഇയാളെ ദിവസം ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് സഹാക്കൾക്ക് തോന്നുക, സഹാക്കൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക. ഇനി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് ആഹ്ലാദം തോന്നുക. അല്ല, അവിടേക്ക് അൻവറിനെ ക്ഷണിക്കണമെന്ന് പോലും പറഞ്ഞ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. സമ്മേളനം തുടങ്ങിയ ഘട്ടത്തിൽ അൻവറിനെ പ്രസംഗിക്കാൻ വിളിക്കണം എന്ന് വരെ പറഞ്ഞ ആരാധകരുണ്ടായിരുന്നു, ആരാധകരായ സഖാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അല്ല, എനിക്ക് ഈ PV അൻവർ എന്ന് പറയുന്നതാണോ പുതിയ കേരളത്തിലെ കാറൽ മാർക്സ്? അങ്ങനെ ഒരു കാറൽ മാർക്സിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അനിൽകുമാറിനെ പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ലാത്തായിരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.